ദിവ്യബലിയിൽ വചനവായനയ്ക്ക് മുൻപ് വൈദികൻ സുവിശേഷം കൊണ്ട് മുഖം മറിച്ച് വരുന്നത് എന്തുകൊണ്ടാവാം? വിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിന് പ്രതീകാത്മകമായ ഒരർത്ഥമുണ്ട്. അത് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. അതായത് പുരോഹിതൻ സുവിശേഷം എടുത്തുകൊണ്ട് ബേമയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. വിശ്വാസികളുടെ മനസ്സിൽ ക്രിസ്തുവിന്റെ മുഖമാണ് പതിയേണ്ടത്. അതുകൊണ്ടാണ് വൈദികൻ തന്റെ മുഖം സുവിശേഷം കൊണ്ട് മറച്ചുകൊണ്ട് പ്രദക്ഷിണമായി ബേമയിലേക്ക് വരുന്നത്. ഈ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആഘോഷപൂർവമായാണ് കാർമ്മികൻ ചെയ്യുന്നത്. കാർമ്മികന്റെ കൂടെ തിരികൾ എടുത്തുകൊണ്ട് ശുശ്രൂഷികളും ആഘോഷമായ കുർബാനകളിൽ ധൂപക്കുറ്റിയും കുരിശുമൊക്കെ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമൊക്കെ നമുക്ക് കാണാം. മാമോദിസ വേളയിൽ യോർദാൻ നദിയിൽ വെച്ച് തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈശോയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രതീകം കൂടിയാണ് സുവിശേഷം വഹിച്ചുകൊണ്ടുള്ള ബേമയിലേക്കുള്ള ഈ പ്രദക്ഷിണം. വൈദികന്റെ മുഖമല്ല, മറിച്ച് സുവിശേഷമാകുന്ന ക്രിസ്തുവിന്റെ മുഖമാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ പതിയേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ മുഖം സുവിശേഷം കൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് വൈദികൻ വരുന്നത്.